സാറിന് റിസപ്ഷനിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ രാത്രി ഇപ്പൊ ആര് വിളിക്കാനാ? സലിമേ, ഇവന് ക്ലോറോഫോം കൊടുക്കടാ. അർജുനേട്ടാ, അയ്യോ വാടി ഇങ്ങോട്ട്. അടയ്ക്ക. അല്ല, ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ട പോലെ തോന്നി. ഇറങ്ങി വന്നപ്പോ ഒരു പെൺകുട്ടി ഓടി പോകുന്നോ കണ്ടു. കൂടാരൊക്കെ ഉണ്ട് താനും. വാതിലടച്ചേക്ക് സിധു, നമുക്ക് പരിചയമില്ലാത്ത സ്ഥലം. ആരാ എന്താന്നൊക്കെ എങ്ങനെ അറിയാം? വാ. അർജുന, എല്ലാം ഓക്കെ. മൈനെ ജോണി കൊണ്ടുപോയി. ആരെങ്കിലും കണ്ടോ? കാണാൻ വഴിയില്ല. ഞാൻ ഈ മുറിയിൽ എത്ര സമയം ബോധം കെട്ട് കിടക്കണം? നീ ഇവിടെ കിടക്ക്. അവര് പെണ്ണിനെ അതിർത്തി കിടത്തുന്നവരെ ആരും അറിയരുത്. ഞാൻ വിളിച്ചു പറയാം. ഓക്കെ. നല്ല തൊട്ടെണ്ണി കൊടുത്തിട്ടാ നിന്നെ വാങ്ങിയത്. ഇരിക്കാൻ തുള്ളാതെ എടുക്കണം. ബുദ്ധിമുട്ടി പിടിച്ചിട്ട് ഇറക്കി വിടാനോ? അടങ്ങിയിരിക്കണം ഇവിടെ.
സലീമെ ഓടിക്കോ, പോലീസ്. മൈനയാണല്ലോ. പിടിക്ക. എന്ത് വണ്ടി ഇടിച്ചെന്നോ? അതേ വേണോ, വണ്ടി ഒന്ന് ഇടിച്ചു നിന്നപ്പോ ആ പെണ്ണിറങ്ങി ഓടി. എതിരെ വന്നൊരു വണ്ടിയിൽ ഇടിച്ച് വീണു. എന്നിട്ട് എന്ത് പറ്റി? അതൊന്നും എനിക്കറിയില്ല. അപ്പോഴേക്ക് പോലീസ് എത്തി, ഞങ്ങളോട് രക്ഷപ്പെട്ടു. ജോണി, ഇത് വലിയ ചതിയായി പോയില്ലേ? ആകെ പ്രശ്നമല്ലേ? ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. മൈനെ കണ്ടിട്ടില്ലേ? അവള് പോലീസോട് പറയില്ലേ? അവള് തീർന്നു എന്നാ എനിക്ക് തോന്നുന്നത്. എന്തായാലും തൽക്കാലം നിങ്ങളവിടെ നിൽക്കണ്ട, കേരളം വിട്ടോ. ഫോൺ പോലും വിളിക്കണ്ട. അങ്ങനെ പോവാൻ പറ്റില്ല. സേഠിയോട് ഞാൻ സമാധാനം പറയണം. എന്തായാലും സംഭവിച്ച എന്താണെന്ന് അറിയട്ടെ, അതുവരെ പുറത്തിറങ്ങണ്ട. ഓക്കെ, ശരി ശരി ശരി. വേണു, ഒരു നല്ല പണി കിട്ടി. എന്താ? ജോണിയുടെ കയ്യിൽ നിന്ന് മൈന രക്ഷപ്പെട്ടു. എങ്ങനെ? കാർ എവിടെയൊന്ന് ഇടിച്ചു. ആ സമയത്ത് അവൾ ഇറങ്ങി ഓടി. ഒരു വണ്ടിയിൽ ഇടിച്ചു എന്നാ പറഞ്ഞത്. എന്നിട്ട് എന്ത് പറ്റിയെന്നറിയാവോ? ഒന്നും അറിയില്ല അർജുന. ഞാനിപ്പോ എന്ത് ചെയ്യും? തടി രക്ഷിക്കണം എനിക്ക്. നീ ഇതൊന്നും അറിഞ്ഞിട്ടില്ലാത്ത പോലെ ഭാവിക്കണം. അവര് ക്ലോറോഫോം മണപ്പിച്ച് നീ അബോധാവസ്ഥയിലായി. ഇപ്പൊ ഉണർന്നപ്പോ ഭാര്യയെ കാണാനില്ല. അതിന് ബഹളം വെച്ച് എല്ലാവരും അറിയിക്കണം. അതാ നല്ലതല്ലേ? നല്ലതെന്ന് മാത്രമല്ല, അതാണ് ശരിയായ വഴി. ശരിക്കും നീ ബോധം കെട്ട് പോയിരുന്നെങ്കിൽ എഴുന്നേക്കുമ്പോ എന്ത് ചെയ്യായിരുന്നു? അതങ്ങോട്ട് ചെയ്യുക. ശരി. ഇതിടയ്ക്ക് നീ SP ഹരിശേഖരനെ വിളിച്ച് കരഞ്ഞ് വിവരം പറയണം. പിന്നെ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. എന്റെ അനിയത്തി അത്. ഡോണ്ട് വറി, ഞാൻ നോക്കാം. അയ്യോ മൈനേ, അയ്യോ മൈനേ, മൈനേ. മനസ്സാ എണീക്ക്. എന്റെ മൈനെ കാണാനില്ല. ആരുടെ നിലവിളിയല്ലേ കേൾക്കുന്നത്? അയ്യോ, എന്റെ മൈനെ തട്ടിക്കൊണ്ടുപോയേ. അയ്യോ അയ്യോ അയ്യോ. ശരിയാ, പോയി നോക്കാം. അയ്യോ, ഇവിടെ ഒന്നും ആരുമില്ലേ മൈനെ? അയ്യോ, എന്താ എന്താ എന്ത് പറ്റി? എന്റെ ഭാര്യയെ കാണാനില്ല. ആരോ മുറിയിൽ വന്നു, അവളെ തട്ടിക്കൊണ്ടുപോയി. എന്താ ചെയ്യാ? സിദ്ധാർത്ഥ, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ അർജുന സംഭവിച്ചത്? മൈനെ ആരോ പിടിച്ചോണ്ട് പോയി സിദ്ധാർത്ഥ. ഒരു ഫോൺ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഞാൻ വാതിൽ തുറന്നു. എന്നെ എന്തോ തന്ന് മണപ്പിച്ചു. അയ്യോ, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഇപ്പൊ എണീറ്റപ്പോ മൈനെ കാണാനില്ല. അയ്യോ, ആരും ഇല്ല ഇവിടെ.
എന്റെ മൈന അവനെ തല്ലിട്ട് എന്താ കാര്യം? അവൻ ഫിറ്റാ? സിദ്ധു ഹരിയേട്ടനെ ഒന്ന് വിളിച്ചു പറ. ഇനി എന്ത് ചെയ്യാനാ? അയ്യോ ഹലോ. ആ ഹരിയേട്ടാ, സിദ്ധുവാ. സിദ്ധാർത്ഥ, ഹരിയേട്ടാ, നമ്മുടെ മൈന ആരോ ബലമായിട്ട് പിടിച്ചോണ്ട് പോയിന്ന്. ഞാൻ ഊഹിച്ചു. നിങ്ങളും അതേ കോട്ടേജിലായിരുന്നു അല്ലേ? അപ്പൊ ഹരിയേട്ടൻ അറിഞ്ഞോ? അർജുനൻ വിളിച്ചിരുന്നു. മൈന ഇപ്പൊ ഹോസ്പിറ്റലുണ്ട്. ചെറിയൊരു ആക്സിഡന്റ്. ആക്സിഡന്റോ? അപ്പൊ തട്ടിക്കൊണ്ടുപോയെന്ന് അർജുനൻ പറഞ്ഞതോ? എടാ, അർജുനന്റെ ബോധം കെടുത്തിട്ട് മൈനെ ആരൊക്കെ ചേർന്ന് പിടിച്ചോണ്ട് പോയെന്നാ പറഞ്ഞത്. എന്നിട്ട് അർജുൻ അവിടെ ഉണ്ടോ? ഇപ്പൊ കരഞ്ഞോണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയി. മൈനക്ക് എന്താ സംഭവിച്ചത്? വണ്ടി അടിച്ച് റോഡിൽ കിടക്കായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ ആ വഴിക്ക് വന്നു. അവൾക്ക് എന്താ പറ്റിയേ? ബോധം വീണിട്ടില്ല. ഐസിയില്ല. പുറമേ അത്രയ്ക്ക് പരിക്കൊന്നും കാണാനില്ല. ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടോന്ന് അറിയില്ല. മൈനക്ക് ബോധം വീണിട്ടില്ല. ഹരിയേട്ടാ, എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള അവസ്ഥയുണ്ടോ? ഒന്നും അറിയില്ല സിദ്ധാർത്ഥ. ഡോക്ടർ പുറത്തു വന്നിട്ടില്ല. ഞങ്ങൾ അങ്ങോട്ട് വരാം. വേണ്ട വേണ്ട, ഈ രാത്രി നിങ്ങളിവിടെ വന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? നാളെ വന്നാ മതി. കാര്യങ്ങൾ ഞാൻ വിളിച്ചറിയിക്കാം. എന്തൊക്കെയാ സിദ്ധു ഇവിടെ സംഭവിക്കുന്നത്? അവരെന്തിനാ ഇവിടെ വന്നത്? അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ മനസ്സേ, ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടെന്ന്. ഓടിക്കുന്നത് കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് മൈനയായിരുന്നു. രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഈശ്വര. നമ്മൾ അറിഞ്ഞില്ലല്ലോ സിദ്ധു. അവൾക്ക് സീരിയസ് ആണോ എന്തോ? ഒന്നും അറിയില്ല. എന്തോ ഭാഗ്യത്തിന് ഹരിയേട്ടന്റെ കയ്യിൽ തന്നെ ചെന്ന് പെട്ടത്. എനിക്കിപ്പോഴും അർജുനന്റെ സംശയമുണ്ട്. അവൻ മനഃപൂർവ്വം ജയിച്ചാണോ ഇതൊക്കെ? അവന്റെ കരച്ചിൽ കണ്ടപ്പോ അങ്ങനെ തോന്നിയില്ല. എന്തായാലും നമുക്ക് വെളുപ്പിനങ്ങ് പോവാല്ലേ? അല്ലാതെ എന്ത് ചെയ്യും? ഒരിക്കലും ഒരു മനസ്സമാധാനവും തന്നിട്ടില്ല മൈന. ഇവിടെ വന്നപ്പോഴും അവളൊരു ബാധ്യതയായിട്ട് തോന്നുന്ന തലയില്. എന്റെ മൈനക്ക് എന്താ പറ്റി? വഴിയിൽ വീണ് കിടക്കായിരുന്നു. ബോധമുണ്ടായിരുന്നല്ലോ. ആരെ ഈ ചതി ചെയ്തത്? എന്തിനെന്റെ മൈനയെ? എനിക്കൊന്ന് കാണണം. ഞാനൊന്ന് കണ്ടോട്ടെ. ഇപ്പൊ കാണാൻ പറ്റില്ല. നീ വാ. വാ. എന്തായിരുന്നു സംഭവിച്ചത്? സത്യമേ പറയാവൂ. എനിക്കൊന്നും അറിയില്ല. ഉറക്കം പിടിച്ച സമയമായിരുന്നു. വാതിലിന് മുട്ട് കേട്ടപ്പോ ഞാൻ വാതിൽ തുറന്നു. നോക്കുമ്പോ ഒരാളെന്റെ മൂക്കും വായും പിടിച്ചമർത്തി. കുഴഞ്ഞു വീണതുപോലൊരു ഓർമ്മയുണ്ട്. പിന്നീട് ഒരു കരച്ചിലും. പിന്നെ ഞാൻ കണ്ണു തുറന്നപ്പോ നിലത്ത് കിടക്കുക. മൈനയെ കാണാനുമില്ല. ആരാ വന്നെന്ന് നീ കണ്ടില്ലേ? പൊക്കമുള്ള ഒരാളായിരുന്നു മൂക്ക് പൊത്തിയത്. പിന്നൊന്നും ഓർമ്മയില്ല. ആ സമയത്ത് വാതിലിൽ മുട്ടിയപ്പോ ആരാന്ന് ചോദിച്ചിട്ട് വേണ്ടേ വാതിൽ തുറക്കാൻ? ചോദിച്ചു.
റൂം ബോയ്യാ, ഒരു ഫോൺ കോൾ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ മറ്റു മുറികളിലൊക്കെ താമസക്കാരുണ്ടോ? കുറവാണെന്നാ തോന്നുന്നത്. സിദ്ധാർത്ഥനും മാനസയും അവിടെ ഉണ്ടെന്ന് പോലെ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോ ഈ വന്നതും ഉപദ്രവിച്ചതും ഒക്കെ ആരാണെന്ന് നിനക്ക് അറിയില്ലല്ലേ? സാർ ഇങ്ങനെ ചോദിച്ചെന്നെ വിഷമിപ്പിക്കരുത്. എന്റെ ഭാര്യ മൈന. അവളോട് എത്ര ഇഷ്ടമുണ്ടെന്ന് സാറിന് അറിയാവുന്നല്ലേ. അവളെ ഉപദ്രവിക്കാൻ ഞാൻ കൂട്ടുന്ന പോലെയല്ലേ സാറ് ഇപ്പൊ ഓരോന്ന് ചോദിക്കുന്നത്. നിന്നെ എനിക്ക് വിശ്വാസം ഇല്ല അർജുന. ഇപ്പോഴും എപ്പോഴും നീ സംശയത്തിന്റെ നിഴലില്ല. മൈനയ്ക്ക് ബോധം തെളിയുന്നവരെ നിനക്കിങ്ങനെ ഓരോന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാം. അവൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ആ രജിസ്റ്റർ എടുക്കുക. ഇന്നലെ രാത്രി 7:30 അർജുനും മൈനയും ഇവിടെ റൂം എടുത്തല്ലേ? അതെ സർ. എന്താണോ തന്റെ പേര്? പ്രദീപ്. രാത്രി പ്രദീപാണ് ഇവിടെ ഉണ്ടായിരുന്നത്? ഇല്ല സർ, 9 മണിയായപ്പോ ഞാൻ പോയി. ഇന്ന് രാവിലെയാ വന്നത്. അതെന്താ രാത്രി ഇവിടെ ആരും വേണ്ടേ? സീസൺ ആണെങ്കിൽ മാത്രമേ ആളുകൾ രാത്രി വരാറുള്ളൂ. അതുകൊണ്ട് അല്ലാത്ത മാസങ്ങളില് രാത്രി ആരും ഇരിക്കാറില്ല. രാത്രി ആരെങ്കിലും വന്നാലോ? ഇതിന് തൊട്ട് ബാക്കിലാണ് സർ ഞാൻ താമസിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റാഫ് എപ്പോഴും ഉണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നാ അവൻ എന്നെ വിളിക്കും. ആ, അയാളെ ഒന്ന് വിളിക്കേ. നിങ്ങളിവിടുത്തെ താമസക്കാരാണോ? അതെ സർ. എത്ര ദിവസമായി? 2 ദിവസമായി. ഇന്നലെ രാത്രി ഇവിടെ എന്താ സംഭവിച്ചെന്നറിയോ? ഇല്ല സർ, ഞങ്ങള് ഗ്രൗണ്ട് ഫ്ലോറിന്റെ അറ്റത്താണ് സർ. ഇവിടെ ശബ്ദം കേട്ടതായി ഓർമ്മയില്ല. ഇവനാണ് സർ. എന്താണ് എന്റെ പേര്? സതീശൻ. ഇന്നലെ രാത്രി ഇവിടെ സംഭവിച്ചോന്ന് നീ അറിഞ്ഞില്ലേ? ഇല്ല സർ. എങ്ങനെ അറിയാനാ? അടിച്ച് ഫിറ്റായി ബോധമില്ലാതെ കിടന്ന് ഉറങ്ങായിരുന്നവൻ രാത്രി ഒരു കണക്കിനാ വിളിച്ചെണീപ്പിച്ചത്. നേരാണോടോ? എന്നെ ഒന്നും ചെയ്യല്ലേ സാർ. ഇവിടെ രാത്രി ആരും വരാറില്ല. 10 മണി ആകുന്നത് വരെ റൂമിലുള്ളവർക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ എത്തിച്ചു കൊടുക്കും. പിന്നെ ആരും ഒരു ആവശ്യത്തിന് വിളിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ. സിദ്ധാർത്ഥനും മാനസിക നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഞങ്ങൾ ഉച്ചയ്ക്കാ സർ വന്നത്. പക്ഷേ അർജുനും മൈന ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ല. എന്താ സംഭവിച്ചെന്നറിയാമോ? സർ, എന്റെ റൂമിന്റെ 2-3 റൂം അപ്പുറത്തായിരുന്നു അവരുടെ റൂം. രാത്രിയിൽ എപ്പോഴും റൂമിൽ നിന്ന് ഒരു കരച്ചിൽ കേട്ട പോലെ എനിക്ക് തോന്നി. പുറത്തിറങ്ങാൻ എനിക്ക് പേടിയാ സർ. ഞാൻ പോണ്ടെന്ന് പറഞ്ഞിട്ടും സിദ്ധു എഴുന്നേറ്റ് വാതിൽ തുറന്ന് നോക്കി. ഒരു പെൺകുട്ടി ഓടുന്ന പോലെ തോന്നിയെന്ന് സിദ്ധു പറഞ്ഞിരുന്നു. ഒരു നിഴല് പോലെയാ കണ്ടത്. അത് മൈനയാണെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നില്ലല്ലോ. ഞാൻ റിസപ്ഷനിൽ വന്നു. ഇവിടെ ആണെങ്കിൽ ആരുമില്ല. ഇവനാണെങ്കിൽ ഓഫായി കിടക്കായിരുന്നു. പിന്നെ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോന്നു. പിന്നെ അർജുന്റെ കരച്ചിൽ കേട്ടാ ഞങ്ങൾ റൂമിൽ നിന്ന് പുറത്തു വന്നത്. ഈ അർജുൻ എന്താ സിദ്ധാർത്ഥ പറഞ്ഞത്? അവനെ വിശ്വസിക്കാമോ? വിശ്വസിക്കാൻ കൊള്ളില്ല സാർ അവനെ. എന്നാൽ ഇന്നലെ പറഞ്ഞതിൽ കുറച്ച് വാസ്തവം ഉണ്ടെന്ന് തോന്നുന്നു. അവനെ മയക്കി കിടത്തിയിട്ട് മൈനയും കൊണ്ട് പോയിന്ന് അവൻ പറഞ്ഞത്. അവൻ തന്നെയാ എല്ലാവരും വിളിച്ചറിയിച്ചതും. മൈനയ്ക്കിപ്പോ എങ്ങനെയുണ്ട് സർ? ഐസിയുലാണ്, ബോധം വീണിട്ടില്ല. ഹരിയേട്ടൻ സാർ ഹോസ്പിറ്റലുണ്ട്. എങ്ങനെയുണ്ട് സാർ എന്റെ മൈനമോക്ക്? പറ, എന്റെ മൈനമോക്ക് എന്താ പറ്റിയേ? ബഹളം വെക്കണ്ട, അവൾക്കൊന്നും സംഭവിക്കില്ല. എന്താണ് സംഭവിച്ചത്? പാതിരാത്രി ആരൊക്കെ മുറിയിൽ വന്ന് മൈനയെ കൊണ്ടുപോയി. എന്നെ ബോധം കെടുത്തിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും അറിയാൻ കഴിഞ്ഞില്ല. ബോധം കെടുത്താൻ വേണ്ടി നീ നിന്നു കൊടുത്തോ? പെട്ടെന്നായിരുന്നില്ലേ, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് കൊണ്ടുപോകുന്ന വഴിക്കെങ്ങാണ്ട് മൈന കാറിൽ നിന്ന് ഇറങ്ങി ഓടി. അപ്പൊ വണ്ടി ഇടിച്ചു. സാവിത്രി, എടി സാവിത്രി, ആ അമ്പിയെ വിളിച്ചേ. വക്കീലിരിക്കുക. ആ, നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ദേ വക്കീൽ വന്നിരിക്കുന്നു. വക്കീൽ എന്തോ സംസാരിക്കാനുണ്ടെന്ന്. വക്കീലേ, ദാ. അംബിക എന്നല്ലേ പേര്? അംബികയെ,
നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് വേണുഗോപനെ ഒരു ട്രാപ്പിൽപ്പെടുത്തി വിവാഹം കഴിച്ചതാണെന്നാണ് കോടതി കൊടുക്കാൻ പോകുന്ന ഹർജിയുടെ ആദ്യ ഭാഗം. പിന്നീട് അങ്ങോട്ട് വേണുഗോപൻ ഉന്നയിക്കുന്നത് അക്കമിട്ട് പറയാവുന്ന കാര്യങ്ങളാണ്. അംബികയ്ക്കുണ്ടായ കുട്ടി വേണുഗോപന്റേതല്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചുന്നയിക്കുന്നു. അപ്പോ എനിക്ക് അംബിക മറ്റു ദുർനടപടികളുള്ള ഒരു സ്ത്രീയാണെന്ന് വാദിക്കേണ്ടി വരും. എന്റെ ചോദ്യങ്ങൾ സഭ്യതയുടെ അതിർവരമ്പുകൾ വിട്ടതാവുമ്പോ അംബികയ്ക്ക് സഹിക്കില്ല. അങ്ങനെ ചോദിക്കാതിരുന്നാ പോരെ? വക്കീലിനും ഇല്ലേ കുടുംബവും കുട്ടികളും? അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കേസ് ജയിക്കാൻ എന്തും ചെയ്യും. വക്കീൽ പറവാക്കില്ല. ഇനിയുമുണ്ട് നാണം കെടുത്തുന്ന പല വകുപ്പുകളും. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. അംബികയുടെ സഹോദരൻ സിദ്ധാർത്ഥൻ കോടതി കയറേണ്ടി വരും വേണുഗോപനെ കുത്തിയ കേസിന്. അപ്പൊ അയാളെ ഒളിപ്പിച്ച ഹരിശങ്കർ സഹോദരിയും വിചാരണ നേരിടും. IPS ജോലി പോയി വീട്ടിൽ ഇരിക്കേണ്ടി വരും. സിദ്ധാർത്ഥനും മാനസയും ജയിലിലും ആകും. ഇത്രയ്ക്ക് ദ്രോഹം ചെയ്യുന്ന എന്തിനാ? ചെയ്യുന്നില്ല. പാറവാക്കിയില്ലേ? നിയമത്തിന്റെ ഈ നൂലാമാലകളിൽ നിന്നെല്ലാം രക്ഷപ്പെടാം. അംബിക ഒന്ന് മനസ്സ് വെച്ചാൽ മതി. ഞാൻ എന്ത് വേണം? ഒരു ജോയിന്റ് പെറ്റീഷന്റെ ഫോം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഒപ്പിട്ട് തന്നാ മതി ബന്ധം വേർപ്പെടുത്താൻ. അങ്ങ് ഒപ്പിട്ട് കൊടുക്കുമോളെ. അയാളുടെ സൂക്കേട് തീരട്ടെ. ഇല്ല, ഇത്തരം ഭീഷണിയിലൊന്നും പേടിക്കില്ല ഞാൻ. തിരിച്ചെനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ആ, അത് നേരാ. അവള് പീഡനത്തിനൊരു കേസ് കൊടുത്താലേ ചിലപ്പോ വക്കീല് സഹിതം അകത്ത് പോകും. ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. കേസുമായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യാം. മോളെ, മോള് ചെന്ന് വേണ്ട വിധത്തിൽ ഒന്നുകൂടെ പറഞ്ഞു നോക്ക്. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ശ്രമിക്കേ. ഒരവസാന ശ്രമം. അംബികെ, എത്ര പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവാത്തത് കൊണ്ടാ ഇപ്പോ കാര്യങ്ങൾ വക്കീലിന്റെ അടുത്ത് വരെ എത്തിയിരിക്കുന്നത്. ഇനിയെങ്കിലും കാര്യങ്ങളുടെ സത്യാവസ്ഥയൊന്ന് മനസ്സിലാക്ക. ഞാൻ സ്നേഹം കൊണ്ട് പറയാ, നീ ഈ ബന്ധം വേണ്ടെന്ന് വെക്കേ. അപ്പൊ കേസും കോടതിയായിട്ട് നിനക്ക് നരയിക്കേണ്ടി വരില്ല. എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ എനിക്ക് നിന്റെ ഉപദേശം ആവശ്യമില്ല. അതെനിക്കറിയാം. എന്നാലും ഞാൻ നിന്റെ ഗുണത്തിന് വേണ്ടിട്ട് പറയാ. വേണുവായിട്ട് നീ ഒരിക്കലും ചേരില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ നീ ഒരു ഒഴിയാബാധയാ. എന്നോടുള്ള ഇഷ്ടത്തെക്കാൾ നിന്നോടുള്ള ദേഷ്യം കൊണ്ടാ വേണു എന്റെ മുറിയിൽ ഒരു രാത്രി കിടന്നത്. നിന്നോട് വേണു തമാശകൾ പറഞ്ഞിട്ടുണ്ടോ? പുന്നരിച്ചിട്ടുണ്ടോ? നെഞ്ചിൽ ചേർത്ത് കിടത്തി ഉറക്കിയിട്ടുണ്ടോ? പിന്നെ കയ്യും മെയ്യും നിന്റെ കാര്യത്തിൽ ഇതിനൊക്കെ ഒറ്റ ആഴ്ചത്തെ ആയുസല്ലേ ഉള്ളൂ. 1 വർഷം പുന്നാരം പറഞ്ഞ് നടന്നിട്ടുണ്ട് ഈ വേണുഗോപൻ എന്റെ പുറകെ. അവസാനം ഞാൻ തിരിച്ച് പ്രേമിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നിയ ഒരു സിമ്പതിയാ മോതിരം മാറല് വരെ എത്തിച്ചത്. എനിക്കൊരു തെറ്റേ പറ്റിയുള്ളൂ. മോതിരം മാറി കഴിഞ്ഞാ അത് കല്യാണത്തിന് തുല്യമാണെന്ന് പറഞ്ഞു പറ്റിച്ചു. അത് വിശ്വസിച്ച ഒരു ദിവസം പറ്റിയ തെറ്റാ എന്റെ ജീവിതം ഇല്ലാതാക്കിയത്. അല്ലാതെ ഒരാണിനും വേണ്ടി വാതിലും തുറന്നിട്ട് കാത്തിരുന്നിട്ടില്ല ഞാൻ. തർക്കിക്കാൻ വേണ്ടി വന്നതല്ല അംബികെ. ഫലത്തില് നമ്മൾ രണ്ടുപേരും ഇപ്പൊ വേണുവിന്റെ ഭാര്യമാരാണ്. നിന്നെ ഇഷ്ടപ്പെടാതെ കെട്ടി എന്നേതാ ഇഷ്ടം കൊണ്ട് കെട്ടിയിടുന്നു. ഇതിങ്ങനെ അങ്ങ് പോകട്ടെ എന്നാണ് നിന്റെ തീരുമാനമെങ്കിൽ വീട്ടുവേലക്കാരിയുടെ വില പോലും നിനക്കുണ്ടാവില്ല. അതുമാത്രമല്ല, വേണു ഇവിടുന്ന് മാറി താമസിച്ചിട്ടായിരിക്കും കേസ് ഫയൽ ചെയ്യാൻ. വക്കീല് പറഞ്ഞതുപോലെ നിന്റെ ദുർനടപ്പായിരിക്കും കോടതിയിൽ ഉന്നയിക്കുക. മറിച്ച് നീ സ്വമേധയാ ഒരു ജോയിന്റ് പെറ്റീഷനിൽ ഒപ്പിട്ട് കൊടുത്താ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു കുട്ടിയുള്ളത് കൊണ്ടൊന്നും നീ പേടിക്കണ്ട. അതിന് ജീവിക്കാനും പഠിക്കാനും ഒക്കെ എന്താ വേണ്ടെന്ന് വെച്ചാ അത് വേണു തരും, അല്ലെങ്കിൽ ഞാൻ തരും.
എനിക്ക് വേണുവേട്ടനെ വേണമെന്ന് നിർബന്ധമില്ല ഗീതു. പക്ഷേ നിനക്ക് ഞാൻ വിട്ടുതരില്ല. കോടതി എങ്കിൽ കോടതി, പക്ഷേ അവിടെ നിന്നെയും കേറ്റും ഞാൻ. വക്കീലെന്ന് പറയുന്നത് ഒരു ഭാഗത്തിന് മാത്രമുള്ളതല്ല. അപ്പോ നീ ഒഴിവായി തരില്ല. ഒന്ന് ഇറങ്ങി പോവേണേ. നീ അനുഭവിക്കും. ഇതിൽ കൂടുതൽ നീ എന്താ അനുഭവിക്കാൻ? ഓപ്പറേഷൻ കുബേരയും കോപ്പും എന്നൊക്കെ പറഞ്ഞിട്ട് പലിശ വരെ കിട്ടാതായി. പാവപ്പെട്ട പലിശക്കാരന്റെ അവസ്ഥ പോലും സർക്കാരിന് അറിയണോ? അങ്കിൾ, എന്തായി മോളെ? അവൾ എന്തു പറയുന്നു? അവളങ്ങും അടുക്കുന്നില്ല അങ്കിൾ. എന്ന് വെച്ചാ അവളായിട്ട് ബന്ധം വേർപ്പെടുത്തില്ല. എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? അത് ശരിയാവില്ലല്ലോ. ഒരു കാര്യം ഞാൻ അങ്കിളിനോട് പറയാം. ഇങ്ങനെ ഒരുപാട് കാത്തു നിൽക്കാനൊന്നും എനിക്ക് വയ്യ. വേണുവിനോട് എനിക്ക് ഇഷ്ടമുണ്ട് എന്ന് വെച്ച് വേണുവിന് വേണ്ടി ജീവിതം കളയാനൊന്നും എന്നെ കിട്ടില്ല. അംബികയുടെ കാര്യത്തിൽ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം. ഞാൻ അവളെ കൊല്ലാൻ വരെ തയ്യാറാ. പിന്നെ ഈ പ്രായത്തില് ജയിലിൽ പോയി കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാ? ഞാൻ എനിക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തു. എന്റെ മുറിയിൽ വെച്ച് വേണു പിടിക്കപ്പെട്ടപ്പോഴെങ്കിലും അംബിക ഇറങ്ങി പോവുമെന്നാ ഞാൻ വിചാരിച്ചേ. നാണം കെട്ടവള് വീണ്ടും ഇവിടെ കിടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. മോൾ, എനിക്ക് കുറച്ച് സമയം എന്താ, ഞാൻ എന്തെങ്കിലും ഒരു കുതന്ത്രം ഒപ്പിച്ചെടുക്കാം. മോളെ, ഒരാവശ്യവുമില്ലാതെ ശല്യമായിട്ടൊരു കൊച്ചുകൂടുണ്ട്, അംബികയുടെ മോള്. അത് വളർന്നു വരുന്നത് തന്നെ വേണുവിന്റെയും നിന്റെയും സ്വൈര ജീവിതത്തിന് ആപത്ത്. ആ കുട്ടി നഷ്ടപ്പെട്ടാൽ അംബിയെ കൊന്നിൽ ഭ്രാന്ത് പിടിക്കും, അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. നമുക്ക് ആ വഴിക്കൊന്ന് ചിന്തിച്ചാലോ? അങ്കിൾ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്ക്. കൂടെ ഉണ്ടാവും ഞാൻ. എന്താ പ്ലാൻ? എന്താ? ഒന്നുമില്ല, ഓരോരോ മനക്കോട്ടകളെ നടന്നാ മതിയായിരുന്നു. ഈ പെണ്ണിനെ കൂട്ടുപിടിച്ച് എന്ത് മനക്കോട്ട കിട്ടിയാലും അത് നടക്കാൻ പോകുന്നില്ല. അത് മുടക്കും ഞാൻ. നീ എന്റെ കാലിനാവാൻ കൂടെ കൂടിയാണോടി? നിങ്ങൾ മറ്റുള്ളവരുടെ കാലിനാകാൻ നോക്കാതെ സ്വയം ഒന്ന് നന്നാവൂ. എന്നാ ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീരും. ഐസിയുല ബോധം തെളിയാതെ ഒന്നും പറയാൻ പറ്റില്ല. ഹെഡ് ഇഞ്ചുറി ആണോ? ആ, തലയിലൊരു മുറിവുണ്ട്. പക്ഷേ പുറമേക്ക് അത്ര വലുതല്ല. ഇന്റേണൽ ബ്ലീഡിംഗ് നേരിയ തോതിലുണ്ടെന്നാ ഡോക്ടർ പറയുന്നത്. അപ്പോ ഒന്നും അറിയില്ല. ഈശ്വരൻ മാത്രം തുണയായിട്ടുള്ള ചില സന്ദർഭങ്ങളുണ്ട്. അതിലൊന്നാ ഇന്ന്. എന്റെ തൊട്ടടുത്ത മുറിയിലായിരുന്നു ഹരിയേട്ടാ. ഒരു കരച്ചിൽ കേട്ടതോ ഞാൻ. പിന്നെ ഞാൻ കണ്ടു ഒരു പെൺകുട്ടി ഓടുന്നത്, ഒരു നിഴല് പോലെ ഞാൻ കണ്ടതാ. പക്ഷേ അത് മൈനയാണെന്ന് ചിന്തിക്കില്ലല്ലോ. ഒരു നിമിഷം അതാരാണെന്നൊന്ന് നോക്കാൻ തോന്നിയിരുന്നെങ്കിൽ നമ്മുടെ മൈനയെ രക്ഷിക്കായിരുന്നു. തൊട്ടപ്പുറത്ത് ഒരു മുറിക്കപ്പുറം ഉണ്ടായിരുന്നിട്ടും ഇത് സംഭവിക്കാനുള്ളതായിരുന്നു. മൈനയ്ക്കൊപ്പം എന്നും ദുരന്തങ്ങളുണ്ടായിരുന്നു. അമ്മയും അച്ഛനും പോയപ്പോ അനാഥയായി. വിവാഹത്തിന് മുൻപേ ഗർഭിണിയാക്കപ്പെട്ടു. അതും വെറുക്കപ്പെട്ടവന്റെ കുഞ്ഞ്. ഇപ്പോ 2 തവണയായി ഐസിയുവിൽ. ഇതെല്ലാം വിധിയാണെങ്കിൽ അത് തടുക്കാൻ നമുക്ക് കഴിയില്ല. ഇതെന്താ രാവിലെ മുതൽ ഒരു മൂഡ് ഓഫ്? ഹോസ്പിറ്റലിൽ ഒന്ന് പോകേണ്ടതായിരുന്നു, പോയില്ല. പോയിക്കൂടായിരുന്നോ? മനഃപൂർവ്വം പോവാത്തതാ. എന്തിനാ? അവൾക്ക് എന്ത് സംഭവിച്ച എനിക്കെന്താ? ആ ചോദ്യത്തിൽ തന്നെ സങ്കടം ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താ ഗൗരിയച്ച അവളിങ്ങനെ? മൈനയെ കഴിഞ്ഞിട്ടേ ഈ ലോകത്ത് ആരെയും ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ.
എന്നിട്ടും അവൾ ഇങ്ങനെയായി പോയതെന്താ? ഗർഭിണിയാവുക, അർജുനെ കല്യാണം കഴിക്കുക, ആരൊക്കെയോ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുക. അവളുടെ ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഗൗരിച്ചി, ഇനിയും നമ്മൾ അറിയാത്ത എന്തൊക്കെയോ അവളുടെ മനസ്സിലുണ്ട്. എനിക്കും അത് തോന്നി തുടങ്ങി മാനസേ. 4-5 കൊല്ലക്കാലം ഇവിടെ ഈ വീട് വിട്ട് പുറത്തു പോകാത്ത കുട്ടിയാ എവിടെയോ ദൂരത്ത് പോയി അപകടത്തിലാവുക, കൃത്യമായിട്ട് ഹരിയുടെ കയ്യിൽ തന്നെ എത്തിച്ചേരുക. അതൊക്കെ ഒരു സ്വാഭാവികമായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതെന്താ ഗൗരിച്ചി ഏട്ടനെയും മൈനയും കണക്ട് ചെയ്ത് സംസാരിച്ചത്? എനിക്കറിയില്ല. മനസ്സ് പല വഴിക്ക് സഞ്ചരിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യും? എന്റെ സാരി എടുക്കാൻ. ഇത് ആന്റിയുടെ സാരിയാണോ? അല്ല, നിന്റെ അമ്മയുടെ സാരി. ഈശ്വര, എന്റെ പുതിയ സാരി ഇങ്ങോട്ട് താടി. ആന്റിയുടെ സാരിയാണെന്ന് അറിയില്ലായിരുന്നു അമ്മ. എന്താടി ഇത്? ഈ പെണ്ണിന് ഉടുക്കാനും മേക്കപ്പ് ഇടാനും എന്റെ സാധനങ്ങളെ കിട്ടിയുള്ളൂ. മുമ്പ് എന്റെ മേക്കപ്പ് സാധനങ്ങൾ നശിപ്പിച്ചു, എന്നിട്ട് എന്റെ ഷോൾ എടുത്ത് ഉടുത്തോണ്ട് നടന്നു. ഇപ്പൊ എന്റെ 10,000 രൂപയുടെ സാരിയാ. കുഞ്ഞറിയാതെ ചെയ്തതല്ലേ? നിന്റെ മുറി കയറി എടുത്തതൊന്നും അല്ലല്ലോ, പുറത്തിട്ടിരുന്നല്ലേ? എന്തായാലും നശിപ്പിച്ചത് എന്റെ സാധനങ്ങളല്ലേ? ഈ പ്രായത്തിലെ പെണ്ണിന് ചമഞ്ഞിരുന്നാനാ ധൃതി. ഇതൊക്കെ പ്രായം കഴിയുന്നതിന് മുമ്പ് ആരുടെങ്കിലും കൂടെ പോവും. അനാവശ്യം പറയരുത്. വേറെ എന്തും ഞാൻ സഹിക്കും, എന്റെ മോളെ മാത്രം പറയരുത്. കുട്ടികളെ കുറിച്ച് അനാവശ്യം പറയുന്നതേ അത്ര നല്ല സ്വഭാവമല്ല. അല്ലെങ്കിൽ ഇവക്കെന്താ നല്ല സ്വഭാവം ഉള്ളത്? കാണിച്ചു കൂട്ടുന്നതൊക്കെ കണ്ടതല്ലേ എല്ലാവരും? കാണിച്ചു കൂട്ടിയെങ്കിൽ കണക്കായിപ്പോയി. നിന്നെ കൊണ്ട് കൊള്ളില്ലാത്തോണ്ടാ നിന്റെ കെട്ടിയോൻ എന്റെ അടുത്ത് വന്നത്. അതെന്റെ മിടുക്ക്. ഈ മിടുക്ക് നീ വേറെ എവിടെയൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്റെ മിടുക്ക് കാണാൻ നിൽക്കാം. എന്താ ഇത്? അങ്ങോട്ട് കാണാൻ നിൽക്കാം. അയ്യോ, ഗീതു, 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 മോളെ ഇന്നിത്തിരി വെള്ളം എടുത്തോണ്ട് വാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളുവായി ഗീതു വീണതാ. ഇപ്പൊ അനക്കമില്ല. വേണ്ട, ഇങ്ങ് തന്നാ മതി. തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയല്ലേ? മോളെ ഗീതു, തലയിടിച്ചു. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എന്നെ മനഃപൂർവ്വം തള്ളിയിട്ടതാ. എനിക്കറിയാം, നീ വാ. ഞാൻ പറഞ്ഞോടാ? വേണ്ട, ആരും വരണ്ട. ഇവിടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എല്ലാരും കൂടെ ഒറ്റപ്പെടുത്തല്ലേ? അച്ഛൻ ഇപ്പൊ വരും. ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇരിക്കെ. തലയിടിച്ചാ വീണത് അല്ലേ? അതെ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടർ? ഭർത്താവാണോ? അതെ. കുഴപ്പമുണ്ട്, പക്ഷെ തലയ്ക്കല്ല. തലയിടിച്ച് വീണതൊന്നും അല്ല. ക്ഷീണം ഉണ്ടായിരുന്നു അല്പം. കുഴപ്പം വയറിനാ. എന്താ ഡോക്ടർ? കൺഗ്രാറ്റുലേഷൻസ്. ഷീസ് ക്യാരിങ്. താങ്കളുടെ അച്ഛനാകാൻ പോകുന്നു. അമ്മേ, അമ്മേ, അച്ഛാ, എന്തുവാടാ? എന്താ, എന്തു പറ്റി?
ഇതും എവിടെ? എന്താ, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഡോക്ടർ എന്തു പറഞ്ഞു? എന്താടാ? ഇതുവരെ ഞാൻ ഇവളോട് കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടുമില്ല. എല്ലാവരുടെ മുന്നിൽ വെച്ചാവട്ടെ എന്ന് കരുതി. ഇത്രയ്ക്ക് വലിയ കാര്യം എന്തോടാ? ഇവള് ഗർഭിണിയാ. ഇനി അമ്മേനെ ചോദിക്കുക ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. ആരാണ് ഇതിന് ഉത്തരവാദി എന്ന്? വാതിലടച്ചില്ല. ഗീതു, മോളെ ഗീതു. അവനെന്തി? എടാ, പാവം ഉറങ്ങിപ്പോയി, വിളിക്കാൻ തോന്നിയില്ല. എടാ വീണു, എഴുന്നേക്കടാ. വീണു എഴുന്നേക്കാൻ. കുഴപ്പമാവൂ. ഇവിടെ കിടന്ന് ഉറങ്ങിയുള്ള കഴുതേ നീ തെളിവോടെ പിടി കൊടുത്തില്ലടാ നീ. ആരാണെന്ന് ചോദിക്കച്ചാ? വീണു. ഇതിപ്പോ കൂടുതൽ ചോദിക്കാൻ എന്തുവാ? എല്ലാവർക്കും അറിയാവുന്നതല്ലേ? എല്ലാവർക്കും അറിയാന്നോ? എന്തറിയാന്ന്? എന്താ അച്ഛാ? എന്താന്നോ? നിനക്കൊന്നും അറിയില്ല അല്ലേ? എല്ലാവരും നേരിട്ട് കണ്ടതാ. ഓ, അന്തവളുടെ മുറി കിടന്നാണോ? അത് വെറുതെ അല്ലേ? ഞാൻ മദ്യപിച്ച് ബോധം കിട്ട് ഉറങ്ങിപ്പോയി. സത്യം, ഒന്നും സംഭവിച്ചില്ല. എന്താ വീണു ഇപ്പൊ പറഞ്ഞത്? ഒന്നും സംഭവിച്ചില്ലെന്നോ? അപ്പൊ ഞാൻ പിന്നെ ആരായി? ഒന്നും സംഭവിച്ചില്ലെന്ന് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും എന്നെ നിർബന്ധിച്ചിട്ട്, എന്നിട്ടിപ്പോ എല്ലാം നഷ്ടപ്പെട്ടില്ലേ എനിക്ക്? ഞാൻ ഇനി എന്ത് ചെയ്യണം? വേണോ എന്റെ കുട്ടിയെ കൊണ്ട് മരിക്കണോ? അമ്മ, ഇവളെന്ത് വലിയ കള്ളത്തറി പറഞ്ഞിട്ട് പോയത്? അച്ഛാ, ഞാനല്ല അമ്മ, സത്യമായിട്ട് ഞാനല്ല. ചുമ്മാ ഇന്ന് കിടന്നുവല്ലാതെ. കുടുംബത്തിന്റെ മാനം കളഞ്ഞല്ലോടാ. കൊണ്ടുപോകരുത് നിന്നെ എന്റെ മുമ്പിൽ. അമ്മയെ ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല.